ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻസിയാസ് വ്ലോഗ്. അപ്പോൾ അൻസിയാസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോ അതേ സെയിം ഡേ തന്നെ കേട്ടോ. ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് കുളിച്ച് റെഡിയായി എന്നുള്ളതേ ഉള്ളൂ, ഡ്രസ്സ് മാറി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇന്ന് തന്നെ ഈ 3-4 ഞാനിപ്പോൾ എനിക്കൊന്ന് ഇന്നൊരു 4-5 വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. വെട്ടം വന്നേ കേട്ടോ, അതിൽ ഫ്ലാഷ് ഓൺ ആയതാണ്. അപ്പം ഇന്ന് തന്നെ ഒരു 4-5 വീഡിയോ ഞാൻ എടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ ഇതിലും എക്സ്പീരിയൻസിലൊക്കെ ഇടാനായിട്ടൊരു 4-5 വീഡിയോ എടുത്തു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് എൻ്റെ മൊത്തം ഇങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ ഉണങ്ങി വറ്റിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ എനിക്ക് വെള്ളം കൂടി കുറവായതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വൈകിട്ട് ചായ കുടിച്ച കേട്ടോ. അല്ലാണ്ട് ഞാൻ പിന്നെ വെള്ളമൊന്നും കുടിക്കാറില്ല. കുടിക്കണം എന്നുണ്ട്, കുറച്ചൊക്കെ പ്രൊഡക്റ്റീവ് ആക്കണം എന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സെറ്റ് ആക്കണം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു നൈറ്റ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒരു നൈറ്റ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ അൻസിസ് വ്ലോഗിൽ ഒട്ടും അനക്കമില്ല കേട്ടോ. കാരണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1 ഇയർ നമ്മൾ 1.5 വർഷം നമ്മൾ അനക്കില്ലാതെ കിടന്നുകൊണ്ടായിരിക്കും ആരും ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു ലൈവ് പോയിട്ടും ആഷിഖ് ഉസ്മാൻ വേണ്ട, അതിപ്പോൾ നമ്മുടെ പുതിയ ചാനലിലും ഇപ്പം ഈ പുതിയ ചാനലിലും ഈ ചാനലിലും ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ സംസാരിക്കുന്നത് കേട്ടോ കൂടുതലും എനിക്ക് പഴയ ചാനലിൽ നിന്ന് കയറി വരുന്നത്. അപ്പോൾ ഈ ചാനലിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ പുതിയ മറ്റേ സെക്കൻഡ് ചാനലിലാണെങ്കിലും പുള്ളിക്കാരൻ സബ്സ്ക്രൈബർ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് ലൈവിലുണ്ടായിരുന്നു. അപ്പോൾ ആളൊരാൾ മാത്രമുള്ളായിരുന്നു. ഇടയ്ക്ക് ഞാനൊരു കോൾ വന്ന് പോയപ്പോൾ പുള്ളിക്കാരനും പോയി. അപ്പം പിന്നെ എൻ്റെ അനിയൻ കയറി കുറച്ച് കസർത്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ എന്നെ കളിയാക്കിയിട്ടൊക്കെ അതിനകത്ത് വേറെ കമൻറ്റ് കയറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തിരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ലൈവ് വലിയ കമ്പനിയൊന്നുമില്ല, പക്ഷേ വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ലൈവ് പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ അൻസിയാസ് വ്ലോഗിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഞാൻ തംബ്നെയിലും എൻഡ് സ്ക്രീനും ഐ ബട്ടണും ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് എനിക്ക് തോന്നുന്നു ഇനി എനിക്കൊരു നാളത്തേക്കുള്ള അൻസിയാസ് വ്ലോഗിൽ എഡിറ്റ് ചെയ്യണം. ഇറ്റ്സ് മീൻസേക്കകത്ത് കൂടി ഒരു നാളെ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നത്തുള്ള വീഡിയോ ഞാൻ എഡിറ്റിങ്ങിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുള്ള വീഡിയോ കഴിഞ്ഞു. ഇൻട്രോ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ കൊച്ചടങ്ങിയിരുന്നത്. പിന്നെ ചാർജും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അൻസിയാസ് വ്ലോഗിലോട്ടുള്ള വീഡിയോസ് ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാതിരുന്നത്. അപ്പുറത്തു സോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് എഡിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇൻട്രോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അടുത്ത നാളത്തെ വീഡിയോ അൻസിയാസ് വ്ലോഗിലേക്കുള്ളത് എഡിറ്റ് ചെയ്യണം. പിന്നെ ഇതിനൊക്കെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്ന ബുക്കുണ്ട്, അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഈ ഒരു 6ാമത്തെ വീഡിയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീഡിയോയിലും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എനിക്കിങ്ങനെ എടുത്തെടുത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ നിൽക്കുമ്പോഴെങ്കിലും അങ്ങനെ അപ്ലോഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കണക്കായിരിക്കും. പിന്നെ ഈ ആദ്യത്തെ ഒരു ഇത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോട്ടെ, ആവേശം തിരുന്നവരെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തംബ്നെയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെടുക്കാൻ വീഡിയോ എടുക്കാൻ വേറെ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ സമയം ഒരു 8 മണി കഴിഞ്ഞു കേട്ടോ, 8:15 കണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരു 9 മണിയൊക്കെ ആകും. പിന്നെ ഫുഡ് കഴിക്കുക, ഉറങ്ങിയതായിരിക്കും മെയിൻ പരിപാടി. സോ എന്നാലും ചെറുതായിട്ടൊരു വീഡിയോ ആവുമല്ലോ. വീഡിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ കാണുമല്ലോ. അതുകൊണ്ട് എൻ്റെ വർത്താനം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇരുന്ന് കാണാൻ, അല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോകും. സോ നമുക്ക് എന്തായാലും ഇനി അടുത്ത് ശരിക്കും തൊണ്ട ഉണങ്ങുന്നു കേട്ടോ. ഞാൻ വെള്ളം കുടിക്കട്ടെ പോയി. അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും മറ്റേതും കൂടി. അപ്പോൾ ദേ ഉമ്മി അത് വൃത്തിയാക്കട്ടെ. അപ്പോൾ അത് നിറച്ച് ചെയറായിരുന്നു. അപ്പോൾ നമ്മൾ കായലിൽ നിന്ന് കാപ്പി എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം ചെയറായതുകൊണ്ട് ഉമ്മി അത് കുറേ 2-3 കുറേ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി മാറ്റും കേട്ടോ. വലിയ കക്കയാണ്, പീലിക്കക്കയാണ്. അപ്പം അതിന് അത്യാവശ്യം നല്ല മാംസമുള്ള കക്കയാണ്. അപ്പോൾ നമ്മളിത് അതിങ്ങനെ കണ്ടോ ഉമ്മി അങ്ങനെ കക്ക വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ പോണതിന് മുമ്പ് ഞാൻ ഇവിടെ വരച്ച ഓരോ ഡ്രോയിങ്സാണ്. എന്നെ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എല്ലാം വരച്ചു. അങ്ങനെ മറക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഉമ്മി വൃത്തിയാക്കുന്നതിൻ്റെ കേട്ടോ ഈ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് വൃത്തിയാക്കട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പി നമുക്ക് വീഡിയോ ആകും. അങ്ങനെ എങ്ങനെ ആലോചിക്കട്ടെ. അപ്പോൾ അതും വീഡിയോ ആകും. അത് കുറച്ച് കണ്ടൻസ് തുടക്കത്തിൽ എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് കണ്ടൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉമ്മി അത് വൃത്തിയാക്കിയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ എഡിറ്റിംഗ്, അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിലാട്ടോ. കാരണം ഞാൻ എഡിറ്റ് ചെയ്തിരുന്നിട്ട് നടന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ മെഹറൂനെയൊക്കെ വിളിച്ചു അങ്ങനെ ഇരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ കക്കയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മി അതെല്ലാം പറ്റി കേട്ടോ കാണിച്ചു തരാവേ.
കണ്ടോ, നല്ല വലിയ ഇറച്ചിയാണ്, വലിയ കക്കയാണ്. അപ്പോൾ വാപ്പി ഇതെല്ലാം വരിയിട്ടിട്ട് വാപ്പി പുറത്ത് വെക്കട്ടെ. ഇപ്പോൾ വാപ്പി വരും, അപ്പോൾ നമ്മളിതൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പത്തിരി ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാനത് ഉണ്ടാക്കാനുള്ള കാര്യം നോക്കട്ടെ. ഗ്യാസ് കഴിവല്ലേ, അപ്പം ഞാനത് നോക്കട്ടെ. അപ്പോൾ ഉമ്മി ഇതെന്തായാലും പൊളിച്ചെടുക്കട്ടെ. അപ്പം അതേ നമ്മൾ ഒറോട്ടിക്ക് വേണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. പൊടി ഇതേ ഇവിടെ എന്ത് ചെയ്യാം എടുത്ത് വെച്ചു. ഉപ്പിടണോ? പക്ഷേ ഉപ്പിടണോ നല്ല ഉപ്പ് ഇപ്പോഴേ ഇടണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കഴിച്ച വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ട് അപ്പോൾ അതിനകത്ത് ഉപ്പും പിന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് ഇവിടെ മൈദയും ഒരു പാക്കറ്റ് അരിപ്പൊടി, ഒരു 1/4 പാക്കറ്റ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ എടുത്തിട്ട്, അപ്പോൾ എന്നെക്കൊണ്ട് ഈ ഒരു സാധനം നടക്കാത്തതുകൊണ്ട് ഉമ്മയാണ് കേട്ടോ ചെയ്തു തരുന്നത്. ഒരു എന്താ കിണ്ടുക എന്നൊക്കെ ഇവിടെ പറയും. അപ്പോൾ അത് ചെയ്യുന്നത് ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഉമ്മി കുറച്ചും കൂടെ ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉമ്മ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടി ഇട്ടിട്ട് പിന്നെ ഉമ്മി അതെല്ലാം കൂടി ഇട്ടൊന്ന് കിണ്ടി എടുത്ത് തന്നു. ഞാനാണ് പിന്നെ അയച്ചതും. പിന്നെ അൻവറിനെ നമുക്ക് ചെയ്യാൻ റെസിപ്പിയോ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ടൈം കിട്ടിയ റെസിപ്പി വീഡിയോ ഒന്നും എടുക്കാൻ കാരണം പെട്ടെന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് മീൻ വെപ്രാളത്തിന് ചെയ്തിട്ടുണ്ട്, പുറത്തൊക്കെ തെറിച്ച് പോകുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, ലാസ്റ്റ് അൻവറിനെ വിളിച്ച് പൊടി തട്ടിച്ചു, പിന്നെ ഉമ്മ തന്നെ ചുട്ടു. അപ്പം അങ്ങനെ അവസാനം ഒരു ഉച്ചക്കൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി എന്തായാലും നമ്മൾ കഴിച്ചു. അപ്പം ഉമ്മി അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഉമ്മി അത് കഴിഞ്ഞിട്ട് ഉമ്മി ഇവിടെ പൊളിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയിലാട്ടോ അത് ചെയ്തു തരാൻ വന്നേ. അപ്പോൾ അതേണ്ട തോടും പിന്നെ ഇറച്ചിയും എല്ലാം വേറെ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കഠിന പരിശ്രമമുണ്ട്, കുറച്ച് നേരത്തെ എൻ്റെ കഠിന പരിശ്രമമായിരുന്നു ഈ അയക്കൽ. അതാണ്ട് ഞാൻ നീണ്ട മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം അവിടെ ബോൾസ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് അയച്ച് ബോൾസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതാ ഞാൻ പറഞ്ഞ ഷേപ്പ് ചെയ്തിട്ട് ചെറുതാക്കിയാൽ പോരെ. ആണോ, ഒന്നിച്ച് ചെറുതാക്കാം. പിന്നെ ഞാൻ ഇരുന്ന് കുഞ്ഞി ബോൾസാക്കി കേട്ടോ. പിന്നെ ബോൾസ് എല്ലാം മാറ്റി കുഞ്ഞി ബോൾസാക്കി പ്രസ് ചെയ്ത് പിന്നെ അൻവറിനെ കൊണ്ട് പൊടിയൊക്കെ തട്ടിച്ച് പിന്നെ അവസാനം ചുട്ടൊക്കെ എടുത്തത് പാപ്പിക്കും അൻവറിനും കൊടുത്തു. പിന്നെ ഞാൻ ഉമ്മയും കഴിച്ചു. കഴിച്ച് അങ്ങനെയൊക്കെ കറിച്ച് റോസ്റ്റൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ സുഖമായി കിടന്നുറങ്ങാം. ഇതുവരെ എൻ്റെ എഡിറ്റിങ് നടന്നിട്ടില്ല കേട്ടോ, കാരണം ഞാൻ ഒറോട്ടിക്ക് പോയിട്ട് ഒറോട്ടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി. ഇത് കണ്ടോ, തിന്നിട്ട് ഇവിടെ ഇട്ടേക്കുക. അതുകൊണ്ട് പറയുമ്പോൾ നിന്നെ കടിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആണെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.